ഹലോ. അപ്പോൾ ഡിസബിലിറ്റീസ് ബോർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഓൾ അനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മളൊരു അടിപൊളി ഹെയർ ബണ്ണാണ്, തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഹെയർ ബണ്ണാണ്. നമ്മളിതുപോലെ ഒരു റിബൺ എടുത്തിട്ടുണ്ട്. ആ റിബണ് ഇതുപോലെ 14 ഇഞ്ചിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ റിബണിൻ്റെ ഒരറ്റം ഒന്ന് ഉരുക്കിയെടുക്കണം. രണ്ടറ്റം ഉരുക്കണ്ട, ഒരറ്റം മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റർ വെച്ചിട്ട് ഉരുക്കി കൊടുക്കുക. ഇനി നമുക്ക് ഉരുക്കിയ വശം എടുക്കുക. ഉരുക്കിയ വശം വെച്ചെടുത്ത് നല്ല ഭാഗം മുകളിൽ വരുന്ന രീതിക്ക് നമ്മുടെ കയ്യിൽ ഇതുപോലെ പിടിച്ചിട്ട് അടിയിലേക്കൊന്ന് ഫോൾഡ് ചെയ്യുക. തിരിച്ച് അപ്പുറത്തെ സൈഡിൽ നിന്നും തിരിച്ച് ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്യുക. കറക്റ്റ് ആ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക കേട്ടോ. ഒന്ന് ജസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതി, മനസ്സിലാകും. ഇനി അത് താഴത്തോട്ടൊന്ന് ആക്കി വെക്കുക ബാക്കി ഭാഗം. എന്നിട്ട് ഇതുപോലെ മുകളിലത്തെ ഫോൾഡ് ചെയ്ത പോലെ തന്നെ ഫോൾഡ് ചെയ്യുക. ഇനി ഇതുപോലെ താഴേക്ക് ഒരു വാല് പോലെ ഇങ്ങനെ നിൽക്കും കേട്ടോ. അതിൻ്റെ ബാക്കി വരുന്ന എൻഡ് കുറച്ച് താഴേക്ക് ഇതുപോലെ ഒരു വാല് പോലെ നിൽക്കും. ഇനി നമുക്ക് ഒരു സൂചി നൂലും എടുത്തിട്ട് ജസ്റ്റ് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ആദ്യം കണക്കാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കുക. അപ്പം നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് തുന്നാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മൊട്ടുസൂചി ആദ്യം അതിൽ കുത്തി ഫിക്സ് ചെയ്ത് വെക്കുക. അത് ഞൊറിവുകൾ അഴിഞ്ഞു പോകാതെ കുത്തി വെക്കുക. അതിന് ശേഷം ഒന്ന് തുന്നിയെടുക്കുക. ഞാനിപ്പോൾ എനിക്കിങ്ങനെ തുന്നാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാനിപ്പം മൊട്ടുസൂചി വെക്കാതെ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ പിടിച്ചിട്ട് തുന്നിയെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ മൊട്ടുസൂചി വെച്ച് കൊടുക്കുക. ഇനി ഇതുപോലെ ഒന്ന് തുന്നി വലിച്ചെടുത്ത് നമ്മൾ ബോയ് ഉണ്ടാക്കുമ്പം സെൻറ്റർ ഒന്ന് ടൈറ്റ് ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ ചെയ്യാനാണ് കേട്ടോ. അപ്പം ഞാൻ ഈ സൂചി ഒന്ന് കടിച്ചു പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ രണ്ട് കൈയും കൊണ്ടും നന്നായിട്ട് ഇതിനെ ഒന്ന് ചുറ്റിക്കൊടുക്കുകയാണ് നൂല്. അപ്പം സൂചി പൊട്ടി വായിൽ പോകാതെ ശ്രദ്ധിക്കണേ. ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ വാലിൻ്റെ മിനുസമുള്ള ഭാഗം നല്ല വശമാണ് നമ്മുടെ ബോയുടെ, മിനുസില്ലാത്ത ഭാഗമാണ് ഇതിൻ്റെ പുറകുവശം. അപ്പോൾ ആ പുറകുവശത്ത് കൊണ്ടുവന്നിട്ട് കെട്ടിടുക. അപ്പോൾ ആ വാലിലുള്ള മിനുസം നോക്കിയാൽ മാത്രമേ ബോയുടെ നല്ല വശം ഏതാ പുറകുവശം ഏതാണെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പം മിനുസില്ലാത്ത ഭാഗം പുറകുവശം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ബോയ് ഉണ്ടാക്കി കഴിയുമ്പോൾ വൃത്തികേടായി പോകും കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് 2-3 കെട്ടിട്ട് കൊടുത്തിട്ട് അതിനൊന്ന് സേഫാക്കി നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇതുപോലെ ബോ റെഡി ആയിട്ടുണ്ട്. ബോ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു റിബണും കൊണ്ടൊന്ന് കെട്ടി വെച്ചതുപോലെ ഒരു ഭംഗിയുള്ള ഒരു ബോയാണ്. ഇതുപോലെ 2-3 ഇതളായിട്ട് ഇങ്ങനെ ബോയ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതിനേക്കൊന്ന് മടക്കൊക്കെ ഒന്ന് നിവർത്തി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ വാലൊക്കെ ഒന്ന് താഴേക്ക് നിവർത്തി പിടിക്കുക. അതിനുശേഷം ആ വാലിനെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിച്ചു. എന്നിട്ട് ഒന്ന് ക്രോസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു, ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്തു കണ്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈറ്റർ എടുത്തിട്ട് ഇതിൻ്റെ അരികൊന്ന് ഉരുക്കി കൊടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒപ്പം പിടിച്ചിട്ട് ഉരുക്കരുത്, ഒട്ടിപ്പോവും. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിവർത്തി പിടിച്ചിട്ട് രണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റർ കാണിച്ചാൽ മതി, അതിൻ്റെ അരികു ഉരുക്കിയിരിക്കും കേട്ടോ. അധികമായി പോയ വൃത്തികേടാണ്. ഇതുപോലെ ബോ റെഡി ആയിട്ടുണ്ട് ബണ്ണിൽ വയ്ക്കാനുള്ള. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ വയ്ക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു സ്റ്റോണിൻ്റെ ലേസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതുപോലത്തെ സ്റ്റോണിൻ്റെ പല കളർ ലേസ് കിട്ടും. ഞാനിപ്പോൾ ഒരു ഗോൾഡൻ കളറ് സ്റ്റോണിൻ്റെ ലേസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ഒരു 2 ലെയറായിട്ടുള്ള ഒരു ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. രണ്ട് വരിയായിട്ടുള്ള സ്റ്റോൺ കട്ട് ചെയ്തെടുത്തു. അതിലിപ്പം 6 സ്റ്റോൺ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം. നിങ്ങൾ ഉണ്ടാക്കുന്ന ബോയിൽ ഭംഗി വരുന്നത് പോലെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിന് പകരം ഷോ ബട്ടണൊക്കെ വയ്ക്കാം കേട്ടോ. ഇനി നമുക്കതിന് മുന്നേ ഒരു കുഞ്ഞി കഷ്ണം ഇതുപോലെ റിബൺ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക. 4 ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒന്ന് അറ്റമൊക്കെ ഒന്ന് ഉരുക്കി കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ പുറകിൽ വെക്കാനായിട്ടാണ് ഈ പീസ്. ഇനി നമുക്ക് ഈ ബോയുടെ പുറകുവശം ഏതാ, നല്ല വശം ഏതാ, ചീത്ത വശം ഏതാണെന്നൊന്ന് നോക്കി വയ്ക്കുക കേട്ടോ. മിനുസമുള്ള ഭാഗം നല്ല വശമാണ്, അല്ലാത്തത് പുറകുവശം. നമുക്കിതിൻ്റെ പുറകുവശത്ത് ഇതുപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തു. എന്നിട്ട് ഈ ബണ്ണൊന്ന് ഇവിടെ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഒന്ന് വെച്ച് പ്രസ് ചെയ്തു. ഉടനെ തന്നെ നമ്മൾ അതിൻ്റെ മണ്ടയിലേക്ക് കുറച്ച് ഗ്ലൂ കൂടെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ റിബണിൻ്റെ പീസ് ഒട്ടിച്ച് കൊടുക്കുക. ഇത് പെട്ടെന്ന് ചെയ്യുക, അല്ലെങ്കിൽ ഗ്ലൂ ഉണങ്ങിപ്പോയിട്ട് പിന്നെ അത് ഒട്ടാതെ വരും കേട്ടോ. ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതിൻ്റെ 2 സൈഡിൽ കുറച്ച് പൊന്തി നിൽക്കുന്നില്ലേ, അതുകൂടി ഒന്ന് ഇതുപോലെ ഗ്ലൂ തേച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. 2 സൈഡിൽ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ വലിച്ച് തലയിൽ കെട്ടുമ്പോൾ അഴിഞ്ഞു പോരും, പൊട്ടിപ്പോരും അത്. ഇനി നമുക്കിതിനെ നല്ല വശം എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തു. അതിനുശേഷം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ സ്റ്റോണിൻ്റെ ലേസിൽ എടുത്ത പീസ് നമ്മളിവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതാ ജസ്റ്റ് കറക്റ്റ് സെൻറ്ററിൽ തന്നെ നേരെ ഒന്ന് ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അതിൻ്റെ നൂലൊക്കെ ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുന്നതൊക്കെ ഒന്ന് കളയുക. ഇതാ ഇതുപോലെ ബണ്ണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഇത് കുറച്ച് വലുപ്പമുള്ളതാണ്. ഇതാ അതിൻ്റെ ബാക്കിൽ ഞാൻ കുറച്ച് വലുപ്പമുള്ള ബണ്ണ് വെച്ചിട്ടുണ്ട്, ബാക്കിയൊക്കെ ചെറുതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ക്യൂട്ടായിട്ട് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബണ്ണാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കമൻറ്റിൽ വന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. ഞാൻ വീണ്ടും വരാം. അപ്പം ടാറ്റാ, ബൈ ബൈ.